എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി കറിയാണ്. അപ്പം അതെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വായു. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരു പനീർ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതൊരു 200 ഗ്രാം പനീറുണ്ട്. ഒരു 2 മീഡിയം സവോള നന്നായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വലുതാണെങ്കിൽ അങ്ങനെ ഇതിപ്പോൾ ഞാൻ 2 ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു എരിവില്ലാത്ത ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നു, ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു 3/4 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ. ഇനി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് പെരിഞ്ചീരകം, ഒരു ഏലക്ക, ഒരു ചെറിയ കറുവാപ്പട്ട, 2 ഗ്രാമ്പു, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം, കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ വിട്ടുപോയി. അപ്പം ഞാൻ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ടേസ്റ്റിനായിട്ട് ലേശം കുരുമുളക് പൊടിയും, ലേശം കുരുമുളകിൻ്റെ പൊടിയും, ലേശം ഗരം മസാല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ലേശം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതല്ല. നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത പനീർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.